നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഈ അടുത്ത കാലത്ത് കൊട്ടിക്കൊഴിച്ച് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഒരു ബൈപ്പാസ് ഉണ്ട്. തലശ്ശേരി മാഹി ബൈപ്പാസാണ്. അത് പിണറായി സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിൻ്റെ എന്തോ ഇച്ഛാശക്തി കൊണ്ട് വന്നതാണ് എന്ന തരത്തിൽ അവർ വലിയ രീതിയിൽ കൊട്ടിക്കൊഴിച്ചിരുന്നു. ഇടതുപക്ഷ ആളുകളും മറ്റുമൊക്കെ അവിടുത്തെ കമ്മികളും ക്യാപ്സൂൾ വിതരണക്കാരുമൊക്കെ വലിയ രീതിയിൽ ആഘോഷിച്ചിരുന്നു. ഇത് ഉദ്ഘാടനം നടന്നതിന് ശേഷം മുഹമ്മദ് റിയാസും അതുപോലെ തന്നെ എൻ ഷംസീറുമൊക്കെ ബസ്സിൻ്റെ മുകളിലേറി ചില റോഡ് ഷോയൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ അവരുടെ എന്തോ മഹത്തായ സംഭാവനയാണെന്ന തരത്തിൽ അവർ ആഘോഷിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ വിവരാവകാശ നിയമം അനുസരിച്ചുള്ള രേഖ പുറത്തു വന്നിട്ടുണ്ട്. ആ രേഖയിൽ പറയുന്നത് സംസ്ഥാന സർക്കാരിന് ₹1 പോലും ചിലവില്ല എന്നാണ്. ആ മൂന്നാമത്തെ കോളത്തിലുള്ള ചോദ്യം അതാണ്. അതിന് അവിടെ കിട്ടിയിരിക്കുന്ന ഉത്തരം നിൽ എന്നാണ്. ഇത് ആരുടെ കീഴിലുള്ള പദ്ധതിയാണെന്നതിനും ആദ്യത്തെ കോളത്തിൽ വ്യക്തമായ ഉത്തരവുണ്ട്. ഇത് NHAI അഥവാ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നാണ്. പിന്നെ ആ പദ്ധതി തുകയുടെ മൊത്തം ചെലവ് എത്രയുണ്ടെന്നുള്ളത് 1221.37 കോടി രൂപ എന്നുള്ളതുണ്ട്. നാലാമത്തെ കോളത്തിലുള്ളത് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇന്ന് ക്ലെയിം ചെയ്ത, അതായത് റീഇംബേഴ്സ്മെൻറ്റിന് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ആ പണം അവർക്ക് കിട്ടാൻ അർഹതയുണ്ട് എന്ന തരത്തിലാണ്. 2.5% അതായത് മറ്റ് ഓഫീസ് വർക്കുകളും മറ്റു കാര്യങ്ങളുമൊക്കെ ആണ്. അതിൽ ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് അവർ ക്ലെയിം ചെയ്താൽ അതും അവർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ യോഗ്യതയുണ്ട് എന്ന തരത്തിലാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ₹1 പോലും സംസ്ഥാന സർക്കാരിന് ചിലവില്ലാത്ത പദ്ധതിയാണ് മാഹി തലശ്ശേരി ബൈപ്പാസ്. ഇനി സംസ്ഥാന സർക്കാരിന് എന്താണ് പങ്കാളിത്തം എന്ന് ചോദിച്ചാൽ, ഞാൻ മുമ്പ് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഒരു ബൈപ്പാസ് വരുന്നു. ആ ബൈപ്പാസിന് ആവശ്യമായിട്ടുള്ള സ്ഥലം, ആ റോഡ് പണിയാനുള്ള സ്ഥലം ഏറ്റെടുക്കുന്നു. അപ്പോൾ ആ ഈ റോഡ് പോകുന്ന വഴിക്ക് ഒരു ഇലക്ട്രിക് പോസ്റ്റ് നിന്നാൽ അത് അവിടുന്ന് മാറ്റി വേറെ സ്ഥലത്തിടണം. അതിന് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ പങ്കാളിത്തം വേണം. അവർ വരണം, അവരത് പിഴുത് മാറ്റി ആ പോസ്റ്റ് മറ്റൊരു സ്ഥലത്ത് സ്ഥാപിക്കണം. അതേപോലെ തന്നെ നമ്മുടെ വാട്ടർ സപ്ലൈ പൈപ്പുകൾ പോകുന്നുണ്ടെങ്കിൽ ആ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കണം. പിന്നീട് റോഡ് പോകുന്ന വഴിക്ക് വലിയ വൃക്ഷങ്ങളും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ അത് വനം വകുപ്പും ഒക്കെ വന്നിട്ട് ഒന്നുകിൽ ഇത് വെട്ടി മാറ്റുകയോ അല്ലെങ്കിൽ പിഴുത് വേറെ മാറ്റി വെക്കുകയൊക്കെ ചെയ്യണം. സാധാരണ വിദേശങ്ങളിലൊക്കെ പിഴുത് വേറെ സ്ഥലത്ത് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഒരുപക്ഷെ വെട്ടി മാറ്റുകയോ വിൽക്കുകയായിരിക്കാം ചെയ്യുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സഹകരണം തീർച്ചയായിട്ടും വേണം. അല്ലാതെ ഈ മാഹി തലശ്ശേരി ബൈപ്പാസിന് സംസ്ഥാന സർക്കാരിൻ്റെ ₹1 ചിലവ് പോലുമില്ല, ₹1 ചിലവ് പോലുമില്ല എന്ന് വിവരാവകാശ നിയമം വഴിയുള്ള ആ രേഖ തന്നെ തെളിവായിട്ട് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ദിവസം ഇവിടെ കിടന്ന് തള്ളിമറിച്ച അന്തംഗമ്മികളെ നിങ്ങൾ ഇത്രയും നാൾ വിതറിയ ആ ക്യാപ്സൂളെല്ലാം വാരിയെടുത്ത് നിങ്ങൾ തന്നെ തിന്നുക. തലശ്ശേരി മാഹി ബൈപ്പാസ് നിങ്ങളുടെ ആരുടെയും ഇച്ഛാശക്തിയുടെ ഫലമല്ല, അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയാണ്. നരേന്ദ്രമോദി 2014 അധികാരത്തിലേറിയതിന് ശേഷം ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ ദേശീയപാതകളും വലുതാക്കാനും വിപുലീകരിക്കാനും പുതുക്കി പണിയാനും തീരുമാനിച്ചതിൻ്റെ പുറത്ത് രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം നടക്കുന്ന പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗം കേരളത്തിലും നടക്കുന്നു എന്നതിനപ്പുറം നിങ്ങളുടേതായിട്ട് യാതൊരു മാങ്ങാത്തൊലിയും അതിനകത്ത് ഇല്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.